തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അട്ടപ്പാടി താവളം സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സജ്ജമാക്കുന്ന മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അജ്ഞാനി നാശത്തിലേക്ക് എന്നുള്ളതാണ്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 17-ാം തിരുലിഖിതം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ സ്വർഗം നമ്മെ തൊടുന്ന അത്ഭുത മണിക്കൂറുകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ശരീരങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യാപരിക്കുന്നു എന്നുള്ളത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ബീന. താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പനും അമ്മയും ഭർത്താവും ഞാനും മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം 2008 ഏപ്രിൽ മാസത്തിൽ ഞാനും ഭർത്താവും മക്കളും കൂടി അട്ടപ്പാടിയിലെ താവളം സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയിരുന്നു. അവിടെ വെച്ച് എൻ്റെ ഭർത്താവിന് ലഭിച്ച ഒരു അത്ഭുത സൗഖ്യത്തെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ ഭർത്താവ് കഴിഞ്ഞ 10 വർഷമായി മദ്യപാനത്തിൻ്റെ കഠിന ബന്ധനത്തിലായിരുന്നു. ധ്യാന ദിവസങ്ങളിൽ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിൽ നിന്ന് മദ്യപാനത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു, അത്ഭുതമായ വിടുതൽ പ്രാപിച്ചു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിൽ പോയി വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇതിനു മുമ്പ് എൻ്റെ ഭർത്താവ് മദ്യപിച്ചും ദുർനടപ്പിലും നടന്നിരുന്ന കാലത്ത് കുളിക്കുകയേ ഇല്ലായിരുന്നു, ഭക്ഷണം കഴിക്കില്ല, ഒരു ജോലിക്കും പോകില്ല, എപ്പോഴും ഒരു മൂഢ സ്വഭാവമായിരുന്നു. എന്ത് പറഞ്ഞാലും വീട്ടിലുള്ളതെല്ലാം തല്ലിപ്പൊട്ടിച്ച് നശിപ്പിച്ച് കളയും. അങ്ങനെ തകർന്നൊരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. എന്നാൽ ധ്യാന ദിവസങ്ങളിൽ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാ തരത്തിലുള്ള തിന്മയുടെ കെട്ടുകളിൽ നിന്ന് എൻ്റെ ഭർത്താവിന് വിടുതൽ ലഭിച്ചു. യേശുവിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ചിന്തിച്ചു നോക്ക്. വെറും ഒരു മദ്യപാനം മാത്രമല്ല, അദ്ദേഹം കുളിക്കാനോ വൃത്തിയായിട്ട് നടക്കാനോ പ്രാർത്ഥിക്കാനോ കുടുംബത്തിൽ ബന്ധുക്കളോ മിത്രങ്ങളൊക്കെ വന്നാൽ അവരുമായിട്ട് മാന്യമായി ഇടപെടാനോ ഒന്നും പറ്റില്ല. ഭാര്യയോ മക്കളോ എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കരമായി വയലൻ്റ് ആവും, തല്ലിപ്പൊട്ടിക്കും, എല്ലാം നശിപ്പിച്ച് ചിന്ന ഭിന്നമാക്കി കളയും. അങ്ങനെ തകർത്തിട്ടിരുന്നൊരു കുടുംബമായിരുന്നു. എന്നാൽ ഇപ്പോൾ വെളുപ്പിന് എഴുന്നേൽക്കുന്നു, കുളിച്ച് റെഡിയാകുന്നു, പള്ളിയിലേക്ക് പോകുന്നു, തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആ ഒരു ബന്ധനം അഴിഞ്ഞു. അദ്ദേഹത്തിന് നേർ സ്വഭാവം, തെളിഞ്ഞ സ്വഭാവം ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ച്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക പീഡകൾ ദൈവമക്കളുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വിട്ടുമാറിപ്പോകും എന്ന് ദൈവവചനപ്രകാരം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിമിഷങ്ങളിൽ വലിയൊരു വിടുതലിനായി കർത്താവ് ഒരുക്കുന്ന നിമിഷമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇതൊരു തമാശ കളിയുടെ നേരമല്ല. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന മണിക്കൂറുകളാണിത്. കരങ്ങൾ ഉയർത്തി വിശ്വാസമുള്ളവരും വിശ്വാസം മങ്ങിപ്പോയവരും തീക്ഷ്ണതയുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ അങ്ങയുടെ മക്കൾക്ക് വചനം കേൾക്കാനും യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കാനും തടസ്സമായി നിൽക്കുന്ന
എല്ലാ ബാധകളും, എല്ലാ ഭൂതങ്ങളും, എല്ലാ ശക്തികളും, അന്ധകാര പീഡകളും കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ എതിർപ്പിന്റെ അരുവികളും കുടുംബങ്ങളിൽ നിന്നും വിട്ടോടിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭക്തിരാഹിത്യത്തിൻ്റെയും വിശ്വാസക്കുറവിൻ്റെയും എതിർപ്പിൻ്റെയും മല്ലടിക്കുന്ന മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അരൂപികളും സ്വാധീനങ്ങളും ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 17-ാം തിരുലിഖിതം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ദൈവരാജ്യ സംബന്ധമായ വലിയ ഒരു രഹസ്യമാണ് ഈ തിരുലിഖിതങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കുന്നവനെല്ലാം പറയണം. കേൾക്കാത്തവരെല്ലാം കേൾക്കണം. ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. കേൾക്കാത്തവരെല്ലാം കേൾക്കണം. അങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കണം, യേശുവിനെക്കുറിച്ച് കേൾക്കണം, നിത്യരക്ഷയെക്കുറിച്ച് കേൾക്കണം, നിത്യസത്യങ്ങളെക്കുറിച്ച് കേൾക്കണം. ഇത് സ്വർഗം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഞാനും നിങ്ങളും കേൾക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, അജ്ഞാനി നാശത്തിലേക്ക്. തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 8ഉം 9ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ അനേകം വ്യക്തികളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ പൈശാചിക ബന്ധനമാണ്. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടാൽ മതി, എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ സുവിശേഷ പ്രഘോഷണം കേൾക്കാൻ പോയാൽ മതി, എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ദേവാലയത്തിലേക്ക് പോയാൽ മതി എന്നുള്ളത് നിത്യനാശത്തിലേക്ക് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകരിൽ സാത്താൻ കൊടുത്തിരിക്കുന്ന ഒരു നുണച്ചിന്തയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഓസ്ട്രേലിയ പോലെയുള്ള വികസിത രാജ്യങ്ങളിലും ചെന്നപ്പോൾ അവിടെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക പൈശാചിക പീഡയുടെ മേഖലയാണിത്. അവിടെ ഓരോരുത്തരുടെയും മനോഭാവം ഇങ്ങനെയാണ്: എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കും, നിനക്ക് വിശ്വാസമുണ്ടോ, കൊള്ളാം, അത് നിന്റെ കയ്യിലിരുന്നോട്ടെ, എന്നോട് നീ അത് പറയാൻ വേണ്ടി വരണ്ട. ഞാൻ ഇഷ്ടമാണെങ്കിൽ പ്രാർത്ഥിക്കും, ഇഷ്ടമില്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല. ഞാൻ ഇഷ്ടമാണെങ്കിൽ പള്ളി പോകും, ഇഷ്ടമില്ലെങ്കിൽ പള്ളി പോകുകയില്ല. ഞാൻ ഇഷ്ടമാണെങ്കിൽ വചന പ്രസംഗം കേൾക്കും, ഇഷ്ടമില്ലെങ്കിൽ വചന പ്രസംഗം കേൾക്കില്ല. എന്നോട് ഇത് പറയാൻ നിങ്ങൾ വരരുത്. ഇത് അനേകം വികസിത രാജ്യങ്ങളിലും അനേകം യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള പൈശാചിക പിടയായി അനേകം ആത്മാക്കൾ ഇന്ന് ഞെരുങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കൊള്ളാം, അത് നിന്റെ കയ്യിലിരുന്നോട്ടെ, എൻ്റെ അടുത്തതൊന്നും പറയാൻ വരണ്ട. ചിന്തിച്ച് നോക്ക്, എത്രയോ കഠിനമായൊരു ബന്ധനമാണിത്. ഇതിൻ്റെ മറ്റൊരു രൂപം കേരളത്തിലുണ്ട്. അവിടെ പറഞ്ഞ എങ്ങനെയാണ്? ഭർത്താവ് ഭാര്യയോട് പറയും, നീ പള്ളി പോക്കോ, നീ പ്രാർത്ഥിച്ചോ, കൊള്ളാം, നിന്റെ വിശ്വാസം നീ സൂക്ഷിച്ചോ, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, എൻ്റെ സമയമാകുമ്പോൾ ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഇത് വേറൊരു തരത്തിലുള്ള മുരട്ടുവാദമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വ്യക്തമായി ഇങ്ങനെയുള്ള മേഖലകളിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്നത് നിത്യരക്ഷയിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുന്നതിന് തടസ്സമുണ്ടാക്കുന്ന ദുരാത്മ വ്യൂഹങ്ങളാണ് ഇങ്ങനെ ദൈവമക്കളെ ഈ ലോകത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റു ചിലർ ബന്ധിച്ചിട്ട് ഇങ്ങനെയാണ്. അവർ വിചാരിക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്,
യേശുക്രിസ്തുവും ദൈവവചനവും ദൈവിക കാര്യങ്ങളും, അങ്ങനെ വചനപ്രസംഗകർ, ധ്യാന പ്രസംഗകർ, വലിയ സുവിശേഷ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ പ്രസംഗിക്കുന്നവർ, അത് ക്രിസ്ത്യാനികൾക്കുള്ള കാര്യങ്ങളാണ്, അത് ഞങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളല്ല, അതുകൊണ്ട് അത് ഞങ്ങൾ കേൾക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് അനേകം ആളുകളുടെ ഉള്ളിൽ തിന്മയുടെ അരൂപി ചില ബോധ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചെല്ലാം ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് പരിശുദ്ധമായ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്, എല്ലാവരും യേശുവിനെ കുറിച്ച് കേൾക്കണം, എല്ലാവരും യേശുവിനെ അറിയണം, അത് എല്ലാവരുടെയും കടമയാണ്. അങ്ങനെ യേശുവിനെ കുറിച്ച് കേൾക്കുകയും യേശുവിനെ കുറിച്ച് അറിയുകയും ചെയ്യാതിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ആത്മാവിൻ്റെ നിത്യത ഭദ്രമല്ല എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. യേശു ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അങ്ങനെ അറിയാതിരിക്കുന്നവര് അവർ അജ്ഞതയിലാണ് ഇരിക്കുന്നത്. അവര് അജ്ഞതയിലിരിക്കുന്നത് മാത്രമല്ല, അവര് ഒരു നാശത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. നിത്യനാശം ശിക്ഷയായി കൊണ്ടുവരുന്ന പാപമാണ് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത, യേശുവിനെ കുറിച്ചുള്ള അജ്ഞത, സ്വർഗത്തെക്കുറിച്ചുള്ള അജ്ഞത. നിത്യനാശം ശിക്ഷയായി കൊണ്ടുവരുന്ന പാപമാണ് എന്ന് പരിശുദ്ധാത്മാവ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പ്രതിപാദനം നാം കാണുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിലാണ്. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായം. അവിടെ കൊർണേലിയൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം മാമോദിസ മുങ്ങിയ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ല, അദ്ദേഹം ഒരു കൃത്യശിഷ്യനുമല്ല. അദ്ദേഹം നല്ല വെടിപ്പായി ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, ദാനധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് അന്ന് വരെ ലഭിച്ചിട്ടുള്ള അറിവ് വെച്ച് സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ ഒരു നല്ല മനസാക്ഷിയും ഒരു നല്ല സ്വഭാവവും സൂക്ഷിക്കുന്ന മനുഷ്യനാണ് കൊർണേലിയൂസ്. നമുക്ക് ചുറ്റുമുള്ള അനേകം കണക്കിന് സഹോദരി സഹോദരന്മാരെ പോലെ ഒരു നല്ല മനുഷ്യൻ, ദാനധർമ്മം ചെയ്യുന്നവൻ, ഒരുപാട് സൽസ്വഭാവമുള്ളവൻ, ആർക്കും ദ്രോഹം ചെയ്യാത്തവൻ. അദ്ദേഹം റോമൻ സൈന്യത്തിലെ ഇത്താലിക്കെ എന്നു പേരുള്ള ഒരു പടവ്യൂഹത്തിൻ്റെ ശതാധിപനായിരുന്നു. ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം നല്ല സ്വഭാവക്കാരനാണ്, ദാനധർമ്മം ചെയ്യും, എന്നും പ്രാർത്ഥിക്കും. അതുകൊണ്ട് ദൈവത്തിന് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നി. ഒരു ദിവസം അദ്ദേഹം അങ്ങനെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൂതനെ കൊർണേലിയൂസ് എന്നു പേരുള്ള ഈ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് അയച്ചു. 10-ാമത്തെ അധ്യായം 3 മുതലുള്ള തിരുലിഖിതങ്ങളാണ് ഈ രംഗം നമ്മൾ കാണുന്നത്. ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ കൊർണേലിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. ഭയവിഹ്വലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, ഇതെന്താണ്? ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ നീ വരുത്തുക. അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽ പണിക്കാരനായ ശിമയോന്റെ വീട്ടിലുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ് നമ്മൾ രംഗങ്ങൾ കാണുന്നത്. ചിന്തിച്ചു നോക്ക്, ദൈവത്തിൻ്റെ മനസ്സിന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി കൊർണേലിയൂസ് ജീവിക്കുമ്പോൾ
ദൈവത്തിൻ്റെ മനസ്സിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ദൂതനെ അയച്ച് കൊർന്നേലിയൂസിനോട് പറയുകയാണ്, എൻ്റെ കൊർന്നേലിയൂസേ, നീ ദാനധർമ്മങ്ങൾ ചെയ്തും നീ പുണ്യപ്രവൃത്തികൾ ചെയ്തും സൽക്കർമ്മങ്ങൾ ചെയ്തും ഇങ്ങനെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ നല്ല ജീവിതം നയിച്ചു എന്ന് വിചാരിച്ച് നീ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഈ കൊർന്നേലിയൂസിന്റെ ജീവിതത്തിൽ പ്രീതി തോന്നിയ ദൈവം കൊർന്നേലിയൂസിന്റെ ആത്മാവ് നിത്യരക്ഷ പ്രാപിക്കാനുള്ള വഴി ഒരു ദൂതനെ അയച്ച് കൊർന്നേലിയൂസിനോട് സ്വർഗത്തിലെ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 3 മുതൽ 6 വരെ വാക്യങ്ങൾ. നീ വേഗം ചെന്ന് നിന്റെ പണിക്കാരെ വിട്ട് നീ യോപ്പായിൽ ചെന്ന് അവിടെ പത്രോസ് എന്നു പേരുള്ള ഒരുവൻ തുകൽ പണിക്കാരനായ ശിമയോന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. നീ അവനെ വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് പത്രോസ് പറയുന്ന ദൈവരാജ്യ പ്രസംഗം നീ കേൾക്കണം. യേശുവിനെ കുറിച്ച് നീ കേൾക്കണം, ദൈവരാജ്യത്തെ കുറിച്ച് നീ കേൾക്കണം. അങ്ങനെ യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിനെ കുറിച്ച് അറിഞ്ഞ് നിന്റെ അജ്ഞത മാറ്റി നീ നിന്റെ നിത്യരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പിതാവായ ദൈവം ഒരു ദൂതനെ അയച്ച് കൊർന്നേലിയൂസ് എന്ന് പേരുള്ള ഈ നല്ല മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ഈ നല്ല മനുഷ്യന്റെ പ്രത്യേകത? ദൂതൻ പറയുകയാണ്, നിന്റെ ദാനധർമ്മങ്ങളും നിന്റെ ചിട്ടയായ പ്രാർത്ഥനയും നിന്റെ നല്ല ജീവിതവും ദൈവസന്നിധിയിൽ നിനക്കൊരു നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൂതൻ പറയണത്, നീ നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. നീ വേഗം ആളയച്ച് യോപ്പായിൽ നിന്ന് പത്രോസ് എന്ന് പേരുള്ള ക്രിസ്തു ശിഷ്യനെ വരുത്തി യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ കേൾക്കണം. ഉടനെ തന്നെ കൊർന്നേലിയൂസ് ആളയച്ച് യോപ്പായിൽ നിന്ന് പത്രോസ് എന്ന് പേരുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനെ കൊർന്നേലിയൂസിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് പത്രോസിനോട് പറഞ്ഞു, വേഗം ചെല്ലുക. അങ്ങനെ ദൈവ നിയോഗപ്രകാരം പത്രോസ് കൊർന്നേലിയൂസിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പത്രോസ് കൊർന്നേലിയൂസിനോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് എന്നെ നിന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ കൊർന്നേലിയൂസ് പറയുന്ന ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 32-ഉം 33-ഉം തിരുലിഖിതങ്ങൾ. അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയച്ചു, നീ സൗമനസ്സത്തോടെ ഇവിടെ വരികയും ചെയ്തു. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും സന്നിഹിതരായിരിക്കുന്നു. കൊർന്നേലിയൂസിന്റെ അമ്മ, കൊർന്നേലിയൂസിന്റെ അപ്പൻ, മക്കള്, ബന്ധുക്കൾ, മിത്രങ്ങൾ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, ജോലിക്കാര്, കൊർന്നേലിയൂസിനോട് ബന്ധപ്പെട്ടവരും കൊർന്നേലിയൂസിനെ അറിയുന്നവരുമായ ഒരു വലിയ വ്യൂഹം ആളുകളെ കൊർന്നേലിയൂസിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ആളയച്ച് പത്രോസിനെ വരുത്തിയിട്ട് കൊർന്നേലിയൂസ് പത്രോസിനോട് പറയുകയാണ്, ഇതാ കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും സന്നിഹിതമായിരിക്കുകയാണ്. നിന്നോട് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങളോട് പ്രസംഗിക്കുക. ഇത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണ്. ഇതാണ് ഓരോ മനുഷ്യനിൽ നിന്നും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ഭൂമത്തുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും സ്വർഗം ആഗ്രഹിക്കുന്ന അടിസ്ഥാന സംഗതിയാണിത്. പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് ഇഷ്ടമാണ് ഞാൻ കേൾക്കും, എനിക്ക് ഇഷ്ടമാണ് ഞാൻ കേൾക്കില്ല, നീ പള്ളി പോകാൻ ഞാൻ വരുന്നില്ല, ഇങ്ങനെ പറയുന്നത് അത് ഒരു പ്രത്യേക തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെയും പാപത്തിൻ്റെയും സ്വഭാവമാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 3-ഉം 4-ഉം തിരുലിഖിതങ്ങൾ. ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമത്രേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്തുള്ള ആയിരക്കണക്കിന് ദൈവമക്കളെ നിത്യ ശിക്ഷയിലേക്ക് നയിക്കാൻ സാത്താൻ പ്രയോഗിക്കുന്ന ഒരു കുതന്ത്രമാണിത്. ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കേണ്ട കാര്യമില്ല, അവരൊക്കെ കേട്ടോട്ടെ, ഞാൻ കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ ഇന്ന തിരക്കുള്ള മനുഷ്യനാണ്, ഞാൻ അറിവുള്ള മനുഷ്യനാണ്, ഞാൻ ഇന്ന രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട മനുഷ്യനാണ്, ഞാൻ ഇന്ന പൊസിഷനിലിരിക്കുന്ന മനുഷ്യനാണ്, എനിക്ക് അതിൽ താല്പര്യമില്ല. പ്രിയപ്പെട്ട ദൈവവൈതലേ, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ജീവിതത്തിൽ നീ നിത്യനാശം വിളിച്ചു വരുത്തരുത്. ദൈവത്തിൻ്റെ വചനം എന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന അതിപ്രധാനമായ സംഗതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുക എന്നുള്ളത്. ഞാനും നിങ്ങളും അറിവുള്ളവരാണ്, സംശയമില്ല. ഒരുപാട് അറിവ് ലോകത്തെക്കുറിച്ചുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പരിശുദ്ധനായവനെ, യേശുവിനെ അറിയുന്നതാണ് അറിവ്. ആ അറിവില്ലെങ്കിൽ അറിവുള്ളവനല്ല എന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്.
പ്രഭാഷകന്റെ പുസ്തകം 19-22 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല, തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. സുഭാഷിതം 9:10 പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഒരുപാട് മികവുള്ളവരാണ്, ഒരുപാട് ബുദ്ധിശക്തിയുള്ളവരാണ്, ഒരുപാട് കഴിവുള്ളവരാണ്. എന്നാൽ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായ യേശുവിനെ ഞാൻ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട്? എനിക്ക് വേണ്ടി എൻ്റെ മുഴുവൻ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച് എൻ്റെ പാപപരിഹാരമായി തീർന്ന എൻ്റെ രക്ഷിതാവായ യേശുവിനെ ഞാൻ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട്? അത്രയും നിത്യരക്ഷ എനിക്കുള്ളൂ. യോഹന്നാൻ 17:3 പഠിപ്പിക്കുകയാണ്, ഏകസത്യദൈവമായ അവിടുത്തെയും അവിടെ നിറഞ്ഞ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഞാൻ എത്രമാത്രം എൻ്റെ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്? എൻ്റെ കുടുംബാംഗങ്ങൾ എത്രമാത്രം എൻ്റെ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്? ഈ ഭൂമുഖത്തിൽ എത്രയോ കാലം ജീവിച്ച് എനിക്ക് എൻ്റെ കർത്താവ് എത്രയോ ബുദ്ധിശക്തി തന്നു, എത്രയോ കഴിവുകൾ തന്നു, ആരോഗ്യം തന്നു, സാഹചര്യങ്ങൾ തന്നു. എന്നാൽ സുവിശേഷ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയോ? എൻ്റെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് കർത്താവിനെ അറിയുന്നതിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 28-20 തിരുലിഖിതം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. മത്തായി 28:20 ഞാനത് പഠിപ്പിച്ചോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ യേശു നൽകിയ ഒരു അത്യുന്നതമായ നിർദ്ദേശമാണത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോ? മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഞാനത് കേട്ടോ? എൻ്റെ യേശുവിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കപ്പെടണം, യേശുവിനെ കുറിച്ച് കേൾക്കപ്പെടണം, യേശുവിനെ കുറിച്ച് കേൾക്കണം എന്നുള്ളത്. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിൽ, ഈ വ്യക്തികളുടെ ജീവിതങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ ഇവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ദുരാത്മാക്കളെ, നാരകീയ സേനകളെ യേശു ക്രിസ്തുവിൽ നിന്നും അവൻ്റെ വചനങ്ങളിൽ നിന്നും ഈ വ്യക്തികളെയും കുടുംബങ്ങളെയും അകറ്റിക്കൊണ്ടു പോകുന്ന അന്ധകാര പീഡകളെ നസ്രായന നാമത്തിൽ കൽപ്പിക്കുന്നു. എന്നേക്കുമായി കുടുംബങ്ങളിൽ നിന്നും ഈ ജീവിതങ്ങളിൽ നിന്നും വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോരുത്തരും ഇപ്പോൾ അവരവരായിരിക്കുന്ന ഏത് തരത്തിലുള്ള കഠിനമായ അവസ്ഥകളാണെങ്കിലും രക്ഷിതാവായി യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് യേശുവേ എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ച് തൻ്റെ വേദനയും ദുഃഖവും യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമെങ്കിൽ ഈ നിമിഷം നിലവിളിക്കുന്ന ഈ സമയത്ത് തന്നെ അത്ഭുത വിടുതലുണ്ട്. സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ നാമം വിളിക്കട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമം വിളിക്കട്ടെ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തവർ, ചെവി കേൾക്കാൻ പറ്റാത്തവർ, ശ്വാസം കിടാൻ പറ്റാത്തവർ, പലതരത്തിലുള്ള സംസാര തടസ്സങ്ങളുള്ളവരെല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ രാജാവേ, ഇപ്പോൾ അത്ഭുതകരമായ ശക്തി ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ക്യാൻസർ രോഗികൾ, ആസ്മ രോഗികൾ, അപസ്മാര രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, സാമ്പത്തിക തടസ്സങ്ങൾ നിമിത്തം എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നവർ, ബിസിനസ് പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്നവർ, കൃഷിനാശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലി മേഖലകളിൽ തടസ്സം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥിനികൾ, ദൈവമേ എത്ര ശ്രമിച്ചിട്ടും വിവാഹം നടക്കാത്ത യുവതി-യുവാക്കന്മാർ, ഓരോ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കുടുംബ കലഹ നിമിത്തം തകർന്നുകൊണ്ട് കുടുംബങ്ങൾ, ഓരോ മേഖലകൾക്ക് അത്ഭുതകരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങൾ തടസ്സങ്ങളും തകർച്ചകളും തിന്മകളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.
സിജോ, തൃശ്ശൂർ ജില്ലയിലെ എലത്തൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ ബാത്റൂമിലേക്ക് കുളിക്കാനായിട്ട് പോയതാണ്. ആ സമയത്ത് പാമ്പ് കടിക്കണ്ടായി. അത് അണലിയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടായി. അവിടെ പാമ്പ് ആ സമയത്ത് കയറി കടിച്ചു. അപ്പോൾ ഡോക്ടർമാർ 48 മണിക്കൂർ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അപ്പോൾ വെള്ളം പെണ്ണ് മാത്രമേ എനിക്ക് കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങന്മാർ ഇവിടുന്ന് വെഞ്ചിരിച്ച വെളിച്ചെണ്ണ എനിക്ക് കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടായിരുന്നു ബണ്ണോ വെള്ളം അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആൻറ്റിമാർ ഡോക്ടർമാരും നഴ്സുമാരും കാണാണ്ട് എനിക്ക് കാലാണെങ്കിൽ തീരെ നിലത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വിട്ടുമാറാത്ത ശരിക്കും കിടന്നാൽ പോലും തണ്ടലിന് വേന വിട്ടും മാറുന്നില്ല. അത്രയ്ക്കും തണ്ടൽ കുഴപ്പം വേനയും ഇതൊക്കെയായിരുന്നു. അപ്പോൾ ആൻറ്റിമാർ വന്നിട്ട് ഈ വെളിച്ചെണ്ണ അട്ടപ്പാടിയിൽ നിന്ന് കൊടുക്കുന്ന ഈ വെളിച്ചെണ്ണ കാലിൽ പുരട്ടി. അപ്പോൾ അത് കുടിക്കാൻ പറഞ്ഞു. പക്ഷേ വെളിച്ചെണ്ണ കുടിക്കാൻ പാടില്ല, അത് ഡേഞ്ചറാണ്. എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അട്ടപ്പാടിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സുഖം പ്രാപിക്കുന്നു. എന്നിട്ട് ഞാൻ അട്ടപ്പാടിയിൽ നാഥനോട് അപേക്ഷിച്ചു, ഈ വെളിച്ചെണ്ണ കഴിച്ചിട്ട് എനിക്ക് എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വരട്ടെ. ഞാൻ അത്രയ്ക്കും വിശ്വസിച്ച് അട്ടപ്പാടിയിൽ എൻ്റെ അപ്പച്ചനെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അപ്പച്ചനെ കാത്തുരക്ഷിക്കുന്നത് എനിക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട്. യേശുനാഥ, ഞാൻ അങ്ങേ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വെളിച്ചെണ്ണ കഴിക്കാമെന്ന് പറഞ്ഞു. ആ വെളിച്ചെണ്ണ കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യം പറയാമെന്ന് ഞാൻ ഏറ്റിരുന്നു. ആ വെളിച്ചെണ്ണ കഴിച്ച 1 മിനിറ്റിനുള്ളിൽ എൻ്റെ ശരീരത്തിന് എന്തോ അഴിഞ്ഞു പോയി. ആ കാല് ശരീരത്തിൽ നിന്ന് എന്തോ കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പം തന്നെ എന്തുണ്ടായി? അപ്പം തന്നെ സുഖം പ്രാപിച്ചു. തണ്ടൽ വേനയും പോയി, കാലിലെ നീരും പോയി, എല്ലാം പോയി. തണ്ടൽ വേദന പോയി, കാലിൻ്റെ നീര് പോയി. ഇതിന് അത്ഭുതകരമായി വിടുതൽ കൊടുത്ത് ജീവനിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുത്ത് കർത്താവ് അനുഗ്രഹം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാൻ പറ്റാത്ത കിടക്കായിരുന്നു. ഹല്ലേലൂയ. Hallelujah, Maranatha. Come, Lord Jesus.